അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പോലീസ് വണ്ടിയിലൊക്കെ കയറി ഫ്രാങ്ക്ലിനെ ജയിലിൽ കൊണ്ടുപോയതാണ് നിർത്തിയത്. അപ്പോൾ നമ്മളിപ്പോഴും ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ ഭയങ്കര ദൂരത്താണ്, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. മിണ്ടായിരിക്കണം അവിടെ, എന്താണ്ടൊക്കെ പറയുന്നു. A few moments later. അപ്പോൾ ഗൈസ്, എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മളെ വേറെ കാറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മഴ കാരണമല്ല, മറ്റേതായിരിക്കും. അപ്പോൾ ഈ കാർ ഒരു ചീപ്പ് കാറാണെന്ന് തോന്നുന്നു. മറ്റേ കാറിനെക്കാളും ചീപ്പാണെന്ന് തോന്നുന്നത്. ഇതെന്താ, ഏത് കാറായിരിക്കും? ചിലപ്പോൾ ഒരു ബെൻസ് ആയിരിക്കും, മെർസഡീസ്, അല്ലെങ്കിൽ ഒരു ടൊയോട്ട ആയിരിക്കും. അതായാലും ഒരു പോലീസ് വണ്ടിയല്ലേ. ഇവിടെ ഇരിക്കാനായിട്ട് ഒട്ടും കംഫർട്ടബിൾ അല്ല. പിന്നെ ഇയാൾ ഓടിക്കുന്ന സ്പീഡ് 71, 41 അതൊക്കെ ഒത്തിരി ഫാസ്റ്റ് അല്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പോൾ ദൂരെ നിന്ന് നമുക്ക് മൗണ്ട് ചില്ലിയാടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണോ? ഇതിപ്പോൾ പൊട്ടിച്ചു കളഞ്ഞല്ലോ സാറേ. ഇതിപ്പോൾ എന്താ പൊട്ടിച്ചു കളഞ്ഞത്? ഈ ഡോറും കൂടെ പൊട്ടിച്ചു കളയാൻ പറ്റായിരുന്നോ? അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാടാ, നീ എന്നെ പഠിപ്പിക്കാനുണ്ടോ? ഓക്കെ സാറേ, ശരി. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ അതോട് പോയി. ഓക്കെ, ഈ ഡ്രസ്സ് ഷിൻചാൻ പറഞ്ഞ നല്ല ഡ്രസ്സിൻ്റെ കാര്യം ഇത്. ഓറഞ്ച് കളറുള്ള ഡ്രസ്സ്. നമുക്കൊരു എക്സ്പ്ലോർ ടൂർ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിസർച്ച് ടൈമാണ്, എല്ലാവരും വെളിയിൽ കിടക്കുന്ന സമയമാണ്. ഇതന്നെ ഇയാൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് എന്നാ ബ്ലാക്ക് ഷർട്ടൊക്കെ? ഓക്കെ, ഇപ്പോൾ ഇയാൾ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ നമുക്ക് മൈൻഡ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ചിലവർ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ജിമ്മും ഉണ്ട്. അയ്യോ, ഇവിടെ ഒട്ടും ഇടയില്ലല്ലോ. അപ്പോൾ ഇയാളും സിഗരറ്റ് വലിക്കുകയാണോ? ഇവിടെ സിഗരറ്റ് കഴിക്കാൻ പാടില്ല കേട്ടോ. കാണിച്ചു തരാം. കൊടുക്ക്. ഇയാൾക്കിത് വേണമായിരുന്നു. ഇനി സിഗരറ്റ് വലിച്ചു പോരുത്. ഓക്കെ, അതെ, അയാളവിടെ ഇട്ടേക്കാം. ആൾ ചത്തെന്നാണ് തോന്നുന്നത്. ഇനിയും സിഗരറ്റ് വലിക്കുന്നത് നോക്കാം. ആരെങ്കിലും വലിക്കുന്നുണ്ടെങ്കിൽ ആളുടെ കഥ തീരും. അതെ, ഇയാൾ പിന്നെയും വലിക്കുന്നു. കിടക്കടാ. ഇയാൾ ഫ്രണ്ടും ഉണ്ടോ? രണ്ടു പേർക്കിട്ട് നല്ലത് കൊടുക്കാം. അടിക്കൂ. പിന്നെ അടിക്കുക. ഇയാളുടെ തുണിയില്ലാതെ നടക്കുന്നത്. ഇതൊരു ഷർട്ടില്ലല്ലോ. അടി. ഇയാളുടെ ഫ്രണ്ട് നല്ല പവർഫുൾ ആണല്ലോ. അടി. പഞ്ച്. ചവിട്ട്. രണ്ടുപേരും ചത്തെന്നാണ് തോന്നുന്നത്. ഇനിയാണ് സംഭവിക്കുന്നത്. രണ്ടുപേരും ഓടുകയാണല്ലോ. ഓക്കെ, ഇനി തന്നെ ഉള്ളത് നോക്കാം. നമ്മളതിൽ ഇപ്പോഴും കണ്ണൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടല്ലോ ഇവിടെ നമ്മുടെ ഇതുണ്ട്, എൻ്റെ ഫോണുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ ഫോണ് എടുക്കുന്നത് നോക്കട്ടെ. ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. എടുക്ക്. ആരെ വിളിക്കും ഇപ്പോൾ? അപ്പോൾ നമുക്ക് ലെസ്റ്ററിനെ വിളിക്കാം. ലെസ്റ്ററേ, എന്നെ എടുക്കുകടാ. ലെസ്റ്ററേ, ഞാനിപ്പോൾ ഇവിടെ ജയിലിലാണ്. ഷിൻചാനൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. നീയേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. നീയേ എന്തെങ്കിലും ഗണ്ണോ എല്ലാം തരുമോ? ഞാനൊരു വഴി പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ടിരിക്കണം. ലൈക്ക് നമ്മൾ അവിടെ സാധാരണ ചെയ്യുന്നതായിട്ട് തന്നെയാണ് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ സസ്പിഷ്യസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊല്ലണം. അപ്പോൾ നമ്മളെ ഇപ്പോൾ കുറേ നേരം ഇരുന്നില്ലേ, അപ്പോൾ കുറേ പേര് നമ്മളെ സസ്പിഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊന്ന ആളുകൾ പേര് ഇവിടെപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യാണ്. അപ്പോൾ ലെസ്റ്റർ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ജയിലിലല്ലേ, അതുകൊണ്ട് ലെസ്റ്റർ പോലീസ് ഈ കൊണ്ടാലേ പോലീസ് സൗണ്ട് ട്രാക്ക് ചെയ്യുമല്ലോ, അതുകൊണ്ട് ലെസ്റ്റർ വേറെ വെച്ച് സംസാരിക്കുന്നത്. ടയേർഡായി, അതുകൊണ്ട് ഇരുന്നത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ടാ. എഴുന്നേക്കടാ ഫ്രാൻസുകളെ. ഓക്കെ, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ലെസ്റ്ററിനെ ഫോൺ വിളിക്കട്ടെ. എന്നാ വെച്ചാൽ സ്റ്റെപ്പ് 2 എന്നാന്ന് ചോദിക്കാം. അപ്പോടാ ഫ്രാങ്ക്ലിനെ, സ്റ്റെപ്പ് 2 എന്ന് വെച്ചാൽ ഈ നീ
ഈ മാപ്പിനെ പറ്റിയൊക്കെ ചോദിക്കണം. ഈ പോലീസ് സ്റ്റേഷൻ ഏറ്റവും ഹൈ പ്രോഗ്രാം സ്ഥലം ഏതാണ്, ഏറ്റവും ഇവിടെ ഗൺസൊക്കെ ഉണ്ടോ, എന്തെങ്കിലും വെപ്പൺസൊക്കെ എവിടെയാണ്, ഇതൊക്കെ നീ ചോദിക്കണം. അപ്പോൾ ഇവിടെ ചോദിക്കാനായിട്ട് ഏറ്റവും നല്ല ആൾ ഒരു പ്രിസണറോടായിരിക്കും. കാരണം അപ്പോൾ ഗൈസ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും പോയി ചോദിക്കണം നമ്മുടെ ഈ മാപ്പ് എങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന്. ഈ ഭാഗമേ നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഫുൾ ഭാഗം കാണണം പോയി. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവർ രണ്ടുപേരും നന്നായിട്ട് ഫെമിലിയർ ആണെന്ന് തോന്നുന്നു മാപ്പ് വെച്ച്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ആ ചേട്ടാ, ഇവിടുത്തെ ഈ മാപ്പിനെ പറ്റി വല്ലതും അറിയാമോ? ഈ ഇപ്പം എന്ത് സൈഡിൽ എസ്കേപ്പ് ആവാനായിട്ടൊക്കെ ഉണ്ട് 50,000 ഒക്കെ. കാരണം അവർ പൈസ എടുത്ത് മാറ്റിയായിരുന്നു ചെക്കിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ചേട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ ഇവിടെ എസ്കേപ്പ് ആവാനായിട്ട്? ചെക്ക, ഇനിയും എസ്കേപ്പ് ആവാനായിട്ട് വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് പറഞ്ഞു തന്നാൽ നീ എനിക്ക് എന്നാ തരും? ഞാനൊന്ന് ഇറങ്ങി കഴിയുമ്പോഴേ ഞാൻ ചേട്ടൻ്റെ വെളിയിലാക്കി തരാം. എനിക്ക് അത്രയൊക്കെ മതി. അപ്പം ഈ ഇവിടുന്ന് ഒരു അപ്പോൾ ഗൈസ് ആ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഇപ്പോൾ നമ്മൾ ആ വഴി കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെറസിലോട്ട് എത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ര ഒരു വഴി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്കെല്ലാം കാണാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ എങ്ങനെയാണ് കയറുന്നതെന്ന് നോക്കുന്നത്. എങ്ങനെ കയറും? നമുക്ക് ഇങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇച്ചിരി ഉയരമാണ്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. ഫ്രാങ്ക്ലിനെ ഏത് സ്ഥലമാണ് നോക്കുന്നത്? ഫ്രാങ്ക്ലിൻ പൊട്ടൻ ഇവിടെ ഈ വഴി അങ്ങോട്ട് നോക്കാം. അവൻ ഈ വഴി കൂടെ നോക്കുന്നത്. ഓക്കെ അപ്പം അത്ര വലുതാണ് നമ്മുടെ സംഭവം അല്ലേ? അതെന്നാന്ന് എനിക്കറിയുന്നില്ല. ആമസോണിൽ നിന്നാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴോട്ട് കുറേ സ്റ്റെപ്പുണ്ട് താഴോട്ട് പോയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ പോയിട്ട് ഞാനങ്ങ് ഇടിച്ചു തുറന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ സീക്രട്ടായിട്ട് ചെയ്തത് എനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയാം. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ലെസ്റ്റർ വന്നിട്ട് ഇയാളുടെ കയ്യിൽ ഗണ്ണ് തന്നിട്ട് പോയി എനിക്ക് തരാനായിട്ട്. അപ്പോൾ എനിക്ക് ഗണ്ണ് തന്നേ ലെസ്റ്റർ പോകുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഗണ്ണ് തന്നു. നല്ല ഗണ്ണാണെന്ന് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്നാ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ശരീരത്തിൽ ഷൂട്ട് ചെയ്ത് നോക്കണം. ഇത് എൻ്റെ നല്ല ആരാണ് ഷൂട്ട്? നമുക്ക് 4 സ്റ്റാർസ് കിട്ടി. എക്സ്പ്ലോസിബിൾ ഗണ്ണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പേരെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നോക്കണം. നമുക്ക് 4 സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 5 സ്റ്റാറിന് ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും കൊന്നിട്ട് നമുക്ക് ഒരു ഹെലികോപ്റ്റർ വേണം. ഒരു ഹെലികോപ്റ്റർ ഇത് കിട്ടിയാൽ ഹെലികോപ്റ്റർ വന്നു. ഇനി അത് ഷൂട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറക്കിയാൽ മതി. ഓക്കെ, അത് പൊട്ടിച്ചറിഞ്ഞല്ലോ. ഓക്കെ, ഇതിനകത്ത് താഴോട്ട് ഇറക്കണം. ഓക്കെ, അത് പോയി. ഓക്കെ, സ്വാട്ട് ടീം എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറേ ബുള്ളറ്റ്സ് എൻ്റെ ഇതായിട്ട് തൊട്ടിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് ചെറിയ ലോസ് ആയിട്ടുണ്ട്. ഞാൻ ഷൂട്ട്. ഓക്കെ, ഷൂട്ട്. അതെ, ഹെലികോപ്റ്റർ ഉണ്ട്. നമുക്കിത് പെട്ടെന്ന് ഓടിച്ച് പോവാം. എനിക്ക് ഇവരെല്ലാവരും ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊന്നും അല്ല. ഡിഫീറ്റൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്തിനാണ് നമ്മുടെ വെറുതെ ബുള്ളറ്റൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്? ലെസ്റ്റർ എന്നൊരു നല്ല ഗണ്ണല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ട് ചാലിയുടെ ഫ്രണ്ടിലുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ച് പോകണം. അല്ലെങ്കിൽ നമുക്ക് വഴി നിർത്തിയിട്ട് ഒരു ഫാസ്റ്റ് കാർ എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക് ഇവിടുന്ന് ഫാസ്റ്റായിട്ട് പോകണം. അപ്പോൾ ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗൺ പിടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇതുണ്ട്. ഓക്കെ, ഫാസ്റ്റ്. നമ്മുടെ ദേഹത്ത് മൊത്തം ചോരയാണ് ഗൈസ്. അത് ട്രെയിൻ അൺസ്റ്റോപ്പബിൾ ട്രെയിൻ വന്നതുകൊണ്ട്. ഓക്കെ, വേഗം ഓടാ ഫ്രാങ്ക്ലിനെ, ഓട്. പക്ഷേ എത്ര ബുള്ളറ്റാണ് കിടന്നത്. ചേട്ടാ, ഫ്രാങ്ക്ലിൻ എന്തു കാണിച്ചോണ്ടിരിക്കുകയാടാ? പക്ഷേ നമ്മൾ കൂടുതലും ബുള്ളറ്റ് ഉണ്ട്. ഇറങ്ങ് ചേട്ടാ, ഇറങ്ങടാ. ഓ 5 സ്റ്റാർ 5 സ്റ്റാർ കിടന്ന് മിന്നു കാണാൻ ലൈറ്റ്. എല്ലാവരും കണ്ടോ? നീ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകണം. ഫാസ്റ്റ് 5 സ്റ്റാർ ആയത്. ഇതേ പോലീസാ. അയ്യോ, എല്ലാവരും വരുന്നുണ്ടല്ലോ. നീ എങ്ങനെ എസ്കേപ്പ് ആവും? നല്ല ജമ്പ്. വണ്ടി പൊട്ടാഞ്ഞത് നല്ല കാര്യം. ഫാസ്റ്റ് 5 സ്റ്റാർസ് ഇപ്പോൾ മിന്നത് നിന്ന്. ഈ ഫാസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് പോകും. ഷിറ്റ്, പോലീസ് സ്റ്റേഷൻ ഭയങ്കര ദൂരെ ആയതുകൊണ്ട് ഇച്ചിരി കൂടുതൽ സമയം എടുക്കും. ഇതെന്ത് ഇങ്ങനെ വഴി മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർ.
തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ അത്ര ഇതൊരു ഡൈനസോർ. എനിക്കറിയത്തില്ല. അതെപ്പോഴാണ് നമുക്ക് ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു വേറെ വീഡിയോ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.